It's good. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരൻസ്മീന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഇല, തെരയില എന്ന് പറയുന്ന ഒരു ഇലയാണ്. തെരയില എന്ന് പറയുന്ന ഇല കൊണ്ട് ഇവരുണ്ടാക്കുന്ന കറി ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം നമ്മുടെ ഈ ഒരു മലാവിയിൽ, എല്ലാ ആഫ്രിക്കൻ രാജ്യത്ത് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ മലാവിയിൽ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ഇലക്കറികളാണ് അവർ കഴിക്കാറ്. പല ഇലക്കറികളുണ്ട്. തെരയില, ബ്ലാക്ക് ജാക്കി, അങ്ങനെ ഒക്ര അങ്ങനെ ഒരുപാട് ഇലക്കറികൾ ഇവർ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തെരയില എന്ന് പറയുന്ന കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഇല ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തെരയില ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് വേറെ സാധനം കൂടെ കാണിച്ചു തരാം. സ്കോൺ എന്ന് പറയും ഇവർ. നമ്മുടെ ബ്രെഡ് ബണ്ണുണ്ടല്ലോ, ബണ്ണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സാധനമാണ് സ്കോൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ പറയുന്ന ഭാഷയാണ് സ്കോണ്. അപ്പോൾ സ്കോൺ അവിടെ ഉണ്ടാക്കേണ്ട ഒരു വീട്ടിൽ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓ, നോക്കിയത് ഉണ്ടാക്കിയപ്പോ പറഞ്ഞില്ല കേട്ടോ. അടിപൊളി, കണ്ട നല്ല ബണ്ണുണ്ടായി. അപ്പൊ ഞാൻ എല്ലാവർക്കും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നില്ല ഫുൾ വീഡിയോ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആരത് ഉണ്ടാക്കിയ ചോദിച്ചോടെ. ചേട്ടനാട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ള ബണ്ണുണ്ടാക്കി. ഇവിടെ സ്കോൺ എന്നാണ് അതിന് പറയാ. കുറച്ചും കൂടി ഹൈറ്റിൽ പൊന്തി നിൽക്കുന്നതാണ്. അപ്പം കുറച്ചുകൂടെ ഹൈറ്റിൽ പൊന്തിക്കുന്നതാണ് കേട്ടോ ബ്രെഡ്. ഈ ബണ്ണ് കുറച്ചുകൂടി ഹൈറ്റിൽ പൊന്തിക്കുന്നതാണ് സ്കോൺ എന്ന് ഇവിടുത്തെ ആൾക്കാർ പറയാം. അപ്പൊ ഈ ചേട്ടനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ദിവസം എന്തായാലും അത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇവരെങ്ങനെ അത് പൊക്കിയെടുക്കും, നമ്മളൊക്കെ ഓവനിലൊക്കെ വെച്ചിട്ടായിരിക്കില്ല ഉണ്ടാക്കുക നാട്ടിലുള്ളവര്. ഇവരെങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. അപ്പോഴേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ വീട്ടിലേക്ക് ഉണ്ടാക്കിയതല്ല, സെല്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത്, വിൽക്കാൻ വേണ്ടിയിട്ട് 250 മലാവി കോച്ചാണ് ഒരു ബ്രെഡിന് അല്ലെങ്കിൽ ഒരു ബണ്ണിനുള്ളത്. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ചപ്പാത്തി എങ്ങനത്തെ എനിക്ക് മനസ്സിലായിട്ടില്ല. ചപ്പാത്തി ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്, കേക്ക് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇവർ ഇത് ഉണ്ടാക്കണത്. അതും ഉള്ളിലേക്കും മണ്ണൊക്കെ കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതൊരു ദിവസം എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കില്ല എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലാവിയുടെ യൂട്യൂബ് ചാനൽ ഇവരെ ഓരോ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ ലൈഫ് ഓഫ് അരൻസ്മി ചാനലിലാണ്. പക്ഷെ ഇത് നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു ബേക്കറി ഒക്കെ ഇട്ട് കൊടുത്ത് ഇവരെ അത്യാവശ്യം കേക്ക് ഉണ്ടാക്കാൻ അറിയാന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇപ്പൊ ഒരു ബേക്കറി ഒക്കെ ഇട്ട് കൊടുത്ത് 2-3 ഫാമിലീസ് ഒക്കെ അതിൽ ജോയിൻ ചെയ്ത് വലുതായിട്ട് ഇവർക്ക് കച്ചവടം നടത്താൻ ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കണ കണ്ടിട്ടില്ല. മറ്റേതൊക്കെ നമ്മള് വീഡിയോസിൽ ഈ ഓവനിലൊക്കെ വെച്ച് ഉണ്ടാക്കണാണല്ലോ കണ്ടിട്ടില്ലേ. ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങള് തെരയില കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് തെരയിലേന്റെ ഇല എവിടെ നിന്നാണ് പറിക്കുന്നത് കാണിച്ചു തരാം. എന്താണ് തെരയില എന്ന് പറയുന്നതും കാണിച്ചു തരാം കേട്ടോ. ഞാനുണ്ട്, തമാല ഉണ്ട്, തെരയില പറിക്കാൻ പോയ കുട്ടി അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ട്, അലീനാഫെ എന്നാണ് കുട്ടീന്റെ പേര്. അപ്പൊ കാണിച്ചു തരാം, നടന്നു പോട്ടെ. അപ്പൊ ഇവര് മെയ്സ് ഉണ്ടാക്കിയിട്ടുള്ള പാടത്തു കൂടെ നടന്ന് പോകാണ്. ഇപ്പൊ ഒരാഴ്ചയിൽ നമുക്കിവിടെ വെയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെരുമഴയെന്ന് കുറച്ച് ഒരു വെയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രാമത്തേക്ക് ഇപ്പം കാണിച്ചു തരാഞ്ഞ് തെരയില ഏതാണെന്നുള്ളത്. അപ്പൊ ഇതാണ് തെരയില എന്ന് പറയുന്നത്. കണ്ടു ഇവര് പറിച്ചെടുക്കണ്ട്. ഇഷ്ടം പോലെ തെരയില ഉണ്ട്. കണ്ടാലൊരു കുറുന്തോട്ടി ലുക്ക് ഉണ്ടെങ്കിലും പക്ഷെ ഇത് കുറുന്തോട്ടി അല്ല കേട്ടോ. ഇത് വലുതായി വരുമ്പോ കുറുന്തോട്ടി അല്ല. ഇപ്പൊ ഇവരെ കയ്യിലിരിക്കുന്നത് കണ്ട, ഇതാണ് തെരയില എന്ന് പറയുന്നത്. തമാല ക്യാനിഷു കണ്ട, ഇതാണ് തെരയിലേന്റെ ഇല. ഇത് നമ്മുടെ നാട്ടിലാരും കറിയൊക്കെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് വലുതായ, ഞാൻ ആദ്യം ഇതിന്റെ ചെറിയ ഇല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറുന്തോട്ടീന്റെ ഇലയെന്ന്. പക്ഷെ കുറുന്തോട്ടി അല്ല ഇട്ടത്. വലുതായി വരുമ്പോ വേറെ സാധനമാണ്. വേറെ സാധനം എന്ന് വെച്ചാൽ കുറുന്തോട്ടി അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവര് പറിച്ച തെരയില എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മനസ്സിലാം, ഇതുണ്ടോ? ഇങ്ങനെ കാണുമ്പോ നമുക്ക് കുറുന്തോട്ടീന്റെ ഇല പോലെ തോന്നുമെങ്കിലും പക്ഷെ കുറുന്തോട്ടീന്റെ ഇലയല്ല. ഇതിന് ഇവിടെ ചെറിയൊരു ചുവപ്പുണ്ട്. കുറുന്തോട്ടി ഞാൻ കാണിച്ചു തരാം ഏതാന്നുള്ളത്. കണ്ടില്ലേ എന്തെല്ലാം ഇലകളാണ് ഇവിടെ ഇവര് കറി വെച്ച് കഴിക്കുന്നത്. ലിമാണ്ട.
No, it's not the sweet potato. Sawa? Makanja. അപ്പൊ ഇതാണ് കുറുന്തോട്ടീന്റെ ഇല, ഇത് തെരയിലേന്റെ ഇല, ഇത് കുറുന്തോട്ടിയാണ്. കണ്ട ഒരേപോലെ ഇരിക്കെങ്കിലും ഇതിന് ചെറിയൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ ഈ ഇലക്ക്. അതേപോലെ ഇവിടെ ഒരു ചുമന്നൊരു കളർ ഉണ്ട്, ലൈറ്റ് റെഡ് കളർ ഉണ്ട്. ദിസ് ഇസ് നോട്ട് തെരയില, ദിസ് ഇസ് ലിമാണ്ട. ലിമാണ്ട എന്ന് പറയുന്ന ഇലയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ എന്തിന്റെ ഇലയാണെന്നൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെയൊന്ന് അന്വേഷിച്ചിട്ട്. ഇത് ലിമാണ്ട എന്ന് പറയുന്ന ഇലയാണ്. ഇതിന്റെ കൂടെ നമ്മുടെ ഗ്രൗണ്ട് നട്ട് ഉണ്ടല്ലോ, നിലക്കടല ഇടിച്ച് ചതച്ചിട്ട് അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവർ കറി ഉണ്ടാക്കുക. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങയുടെ ഒക്കെ ചെറിയൊരു ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് തെരയില് സാധാരണ ഇലക്കറിയൊക്കെ വെക്കുന്ന പോലെ ഇലക്കറി വെക്കും. തമാല പറയുന്നത് തമാലക്ക് ഏറ്റവും ഇഷ്ടം ഈ ലിമാണ്ട എന്ന് പറയുന്ന ഇലയാണെന്നാണ് കേട്ടോ. അപ്പൊ കണ്ടില്ല, ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് തരത്തിലുള്ള ഇലകൾ കറി വെച്ച് കഴിക്കുക. അപ്പം നമ്മള് ലിമാണ്ട എന്ന് പറയുന്ന ഇല കണ്ടു, അതാണ് അത് ലിമാണ്ട ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് തെരയില. ദിസ് ഈസ് ലൂണി. ലൂണി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതാണ്, ഇതിന് പൂവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഇല ഇവര് കറി വെച്ച് കഴിക്കും. ഈ കാണോടെ മൊത്തം ഇവരുടെ ലെറിഷൻ, അതായത് ഇവർക്ക് കുക്ക് ചെയ്യാനുള്ള ഇലകളാണ് ഇത് ഫുള്ളും. ഓരോന്ന് ഇത് പിന്നെ നമ്മുടെ മത്തന്റെ പംകിൻ ലീഫ്. അപ്പൊ ഈ കാണുന്ന പച്ചപ്പ് മൊത്തം ഇവർക്ക് കറി വെച്ച് കഴിക്കാനുള്ള. God is giving lot of berries for you. അപ്പൊ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ പരിചയപ്പെടുത്തി വേറെ സാധനം പരിചയപ്പെടുത്തരാം. ഇത് ഈ കട വഴുകി കിടക്കുന്ന ഒരു മരം കണ്ടില്ലേ, ഇത് കസാവയാണ്, അതായത് കപ്പയാണ്. കപ്പ വലുതായി കുറെ വർഷങ്ങളായിട്ടുള്ള കപ്പേന്റെ മരമാണിത്. ഈ കപ്പേന്റെ ഇത് കപ്പയുടെ മരമാണെന്നുണ്ടെങ്കിൽ കപ്പേന്റെ വർഗത്തിൽപ്പെട്ടൊരു മരമാണ്. അപ്പൊ അത് ആണെങ്കിലും അതിന്റെ കിഴങ്ങ് ഇവർ കഴിക്കത്തില്ല കേട്ടോ, ഈ കപ്പ ഇവർ കഴിക്കത്തില്ല. പക്ഷെ ഇതിന്റെ ഇല ഇവര് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. വലിയ ഇലയാണ് കേട്ടോ, കണ്ടോ. അപ്പൊ ഇനി തെരയില എന്ന് പറയുന്ന ചെടി അല്ലെങ്കിൽ ഇവരെ ഈ ലെറിഷ എങ്ങനെ നന്നാക്കണ കാണിച്ചുതരാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ തെരയില നന്നാക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഇലകൾ നന്നാക്കുന്ന പോലെ തന്നെ അതിന്റെ തണ്ടെടുക്കത്തില്ല, ഇല മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ഇവര് എങ്ങനെ കറി ഉണ്ടാക്കണം എന്നുള്ള കാണിച്ചാൽ ഇത്രയും നേരം നമ്മൾ ഇല ഇങ്ങനെ നന്നാക്കുന്ന കണ്ടില്ലേ. ഇത് കയ്യിലിരിക്കുന്നത് ഉപ്പല്ല, ബേക്കിംഗ് സോഡയാണ് കേട്ടോ വെള്ളത്തിലിടുന്നത്. ബേക്കിംഗ് സോഡ വെള്ളത്തിലിട്ട് തിളച്ച് പൊന്തുന്നു. തെരയില എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല തീ കത്തുന്ന നല്ല അടിപൊളി അടുപ്പാണ് കേട്ടോ. വെള്ളം നല്ലോണം തിളക്കിണ്ട്, അതിലേക്കാണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കേട്ടോ. അപ്പൊ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം ഇവര് ആഡ് ചെയ്യുന്നത് സോൾട്ട് ആണ് കേട്ടോ, ഉപ്പ്. സോൾട്ട് ഓക്കെ. അപ്പൊ ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇല. നല്ല അടുപ്പാണ് കേട്ടോ ഇവരെ ഇവിടെ ഉള്ളത് കണ്ടില്ലേ. നല്ല തീ കത്തണ അടുപ്പ്, റൗണ്ട് ഷേപ്പിലുള്ള അടുക്കളയൊക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ഉള്ളില്. നല്ലോണം പച്ച കളറിൽ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ ചെമ്പരത്തിന്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അതുപോലെ നല്ല കണ്ടിട്ട്. അപ്പൊ ഈ ചെരയില ഉണ്ടാക്കുമ്പോ അതിന് തക്കാളിയും ചേർക്കും. അപ്പൊ അതിനു വേണ്ടി തക്കാളി നന്നാക്കാൻ പോവാണ് ചേച്ചി. ഒന്ന് നേരത്തെ കാലത്ത് മുറിച്ച് വെച്ചിട്ടൊന്നല്ല കേട്ടോ ഇവര് കറി ഉണ്ടാക്കുക. Choco,
Masuka kale? Sema aje sema. Ah, basi tuanze. Tomato? ഓക്കെ We don't eat that tomato. We are just doing like that. ഓക്കെ അപ്പൊ ടൊമാറ്റോ ഒന്നും കട്ട് ചെയ്യില്ല, ഇങ്ങനെ പൊടിച്ചിട്ടാണ് ചെയ്യാം. നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മളെ കറി വെക്കുന്നത് ഇവരുടെ കറി വെക്കുന്നത് തമ്മിൽ. Poso ngoiga moro. Ngasiyo gogo. Zatu. Unkaramba wo. So gogo na yibwe sa jikuze da. Just mango. Mosa da kwani me. Asha. Aje vinga. Ko sabu baba, sabu mera. Amara zari masana anga bwa dama. Mara basa wana. Munakula hivi? Ah. Mwili hande do. Ndio bora sio bila kumponela. Hadi Wewe kwa jamaa wasana. kala ukupsa. Mwana hande de wani. Oh. Ara. Ai, sisi chakulita. Tuza gogo hizo. Telele. None. Hula. Gira jitan. Mam. അടുപ്പത്തൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. Adina. Bili lize telele go. ഇങ്ങനെയാണ് ഇത് രസം കേട്ടോ. അപ്പൊ സീമയാണ് നമ്മുടെ ഈ അമ്മച്ചി ഉണ്ടാക്കുന്നത്. സീമ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞ സീമ നമ്മളെ കുറെ വട്ടം കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാന്. ഞാൻ ആർക്കെങ്കിലും നമ്മുടെ ഈ ലൈഫ് ഓഫ് പാരന്റ്സിന്റെ നല്ല ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ, സീമ ഉണ്ടാക്കുന്നത് എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ വീഡിയോ ഇടാം. നമ്മുടെ ചോറിന് പകരം കഴിക്കുന്ന It's good. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാണിച്ചത് ടെരയിലെ കറിയാണ്. ടെരേന്റെ ഇലയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ച് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ, കാരണം എല്ലാ ഇലകളും നമുക്ക് വയറിന് പിടിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ താമസിക്കുന്നിടത്ത് അത്രയ്ക്ക് നല്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഒരു റിസ്കിന് ഞാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ച് കാണിക്കുന്നില്ല. ഇനി ആരും കമന്റിൽ സുമി അത് കഴിച്ചില്ല എന്ന് മാത്രം പറയരുത് കേട്ടോ. എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, കാരണം വയറിന് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഇലകളും എല്ലാ വെള്ളവും ഒന്നും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹെൽത്തിനും പറ്റത്തില്ല. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല. അപ്പം ഇതാണ്. ഇനി എല്ലാവരും അത് കമൻറ്റ് ചെയ്യരുത്. അപ്പം അതിൻ്റെ ഉള്ളൊരു ഉത്തരം ഞാനിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് അവർ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. തക്കാളിയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ടാണ്, ഇങ്ങനെ ഉടച്ചിട്ടാണ് ഇടുന്നത്. കത്തിയൊന്നും ഉപയോഗിക്കുന്നേ ഇല്ല. അതുപോലെ ഒരു തുണിയോ ഒന്നും എടുക്കുന്നില്ല അവർ. പാത്രം അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാൻ ചൂടൊന്നും ഇവർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത തരം ആഫ്രിക്കൻ കറി പരിചയപ്പെടുത്തുന്നതായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടെരയില സീമേൻ്റെ കൂടെയാണ് ഇവർ കഴിക്കുക, അതുകൊണ്ട് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പം സീമേൻ്റെ കൂടെ കഴിക്കുന്നൊരു കറിയാണ് ടെരയില എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ടെരയില കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതൽ പുതിയ വിഭവങ്ങൾ, ആഫ്രിക്കയിലെ പുതിയ വിഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.